പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, കോട്ടപ്പുറം രൂപതയിലും നമ്മുടെ ബെന്യച്ചൻ്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഗ്ലോബൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോഗ്രാം ഇത് ആരംഭിക്കുകയാണ്. വൈ വി നീഡ് ദ ലാംഗ്വേജ് ഓഫ് ഇംഗ്ലീഷ്? മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്ക് പലപ്പോഴും, ഏറെ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച്, ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഇംഗ്ലീഷ് പറയാൻ അറിയില്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. അപ്പം അതുകൊണ്ട് ഒരു ഗ്ലോബൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോഗ്രാമിലൂടെ മാത്രമേ നമുക്ക് ഈ ഭാഷ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വൈ? ദ ലാംഗ്വേജ് ഹാസ് ടു ബി ലേൺഡ് ഇൻ എ പ്രോപ്പർ വേ. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അത് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയുന്നത് എന്തിനാണ്? ഒന്നാമതായിട്ട് നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ, രണ്ടാമതായിട്ട് നമുക്ക് ജോലി വേണം. പിന്നെ നമ്മൾ കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല, ലോകത്തിൽ മുഴുവനായിട്ട് പോകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇനി ലോക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലം കഴിഞ്ഞു, ഗ്ലോബലായിട്ട് ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കോഴ്സിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് മോസ്റ്റ്ലി യു ആർ ഇൻവൈറ്റഡ്, യു ആർ കോർഡിയലി വെൽക്കം. പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ടിന്യൂറ്റി. ഒരു കാര്യം തുടങ്ങി അത് അവസാനിപ്പിക്കാനായിട്ട്. നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ അവസാനം എന്താകും എന്ന് മനസ്സിലുണ്ടാകണം എന്ന് പറയില്ലേ? അതുപോലെ തന്നെ ഞാൻ എവിടെ എത്തും, എവിടെയാണ് ആയിരിക്കേണ്ടത് എന്ന ബോധ്യത്തോടു കൂടി ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കണം. എവിടെ പോകുമ്പോഴും വി ഹാവ് ടു ലേൺ ദ ലാംഗ്വേജ്. ത്രൂ ദ ലാംഗ്വേജ് വി ക്യാൻ conquer everything. Culture, understand the people, understand the mentality, understand the world at large. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. ശരിയായ നിലയിൽ ഈ ഗ്ലോബൽ ലാംഗ്വേജ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകട്ടെ, നന്മകളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബെന്യച്ചൻ അടങ്ങുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു.